ഋതുവിനോട് ഞാൻ പറഞ്ഞു ഒന്ന് ഗിൽസ് തുറക്കുമെന്ന് വെച്ചപ്പോൾ ഋതു അന്നേരം തന്നെ ചാവി എടുത്തിട്ട് നന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്ക് തുറക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ അന്നേരം ചാവി എടുത്ത് തിരിച്ച് ലോക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അടച്ചിട്ടോ. അന്നേരം തന്നെ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പിന്നെ എന്നോട് വരുന്ന സമയത്ത് എനിക്കൊരു മുട്ടായി കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ മുട്ടായി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, ഉറപ്പാണ്. അങ്ങനെ ഉറപ്പാണോ എന്ന് ചോദിച്ചിട്ട് അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഓ കൊണ്ടുവരാമെന്ന്. അങ്ങനെ വണ്ടിമേലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാന്ന്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു പള്ളിയിലേക്ക് പോകാമെന്ന്. പിന്നെ തിരിഞ്ഞ് നിന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഞാനൊരു ഉമ്മ ഇരട്ടേന്ന്. അങ്ങനെ ഓളൊരു ഫ്ലൈങ് കിസ്സൊക്കെ അങ്ങ് തന്നിട്ടോ. അതൊക്കെ കിട്ടിയതിനു ശേഷം ഞാൻ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ഇന്ന് നല്ല മഴയല്ലേനോ. അങ്ങനെ സത്യേട്ടൻ്റെ കൃഷിയിലേക്കെല്ലാം ഒന്ന് ഏണ്ട് വെക്കുന്ന സമയത്ത് ഒന്നും പറ്റിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷ പോകുന്നതിൻ്റെ തൊട്ട് ഓന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോയി. ഓട്ടോറിക്ഷേനെയും കാട്ടിയും എന്താ പറയുക ഒതുങ്ങിയിട്ടുള്ളൊരു ഇടയാണ് നമ്മളെ ഇട. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തിട്ട് നമ്മളവിടെ ചിങ്ങം എടുത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയോന് സ്കൂളിൻ്റെ ഇടയത്ത് ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് വണ്ടിയുമ്പോൾ കയറി കിട്ടും. അന്നേരം ഞാൻ അവനോട് ചോദിച്ചു എനിക്കെന്താ ഇന്ന് പരിപാടി എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇന്ന് എക്സാം ആണ് എന്ന്. ഞാൻ ചോദിച്ചു പരീക്ഷയൊക്കെ ആയോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓ പരീക്ഷയൊക്കെ ആയി, IT പരീക്ഷയാണ്. ഞാൻ പറഞ്ഞു റിസ്ക് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു റിസ്ക് ഒന്നുമില്ല, എല്ലാം നമ്മൾ ജയിച്ചോളൂ എന്ന്. ഞാൻ ചോദിച്ചു അതങ്ങനെ തോപ്പിക്കരുതെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും ജയിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല ഐഡിയ കേട്ടോ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തോൽവി മാത്രമേ അതിനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകാൻ കുറേ നേരം ചിരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അവൻ എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്കാന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ പുറക്കാടേക്ക് പോവുകയാണ് എന്ന്. അന്നേരം പറഞ്ഞു എന്നാൽ എന്നെ ചിങ്ങോരത്തൊക്കെ ഇറക്കിയിരിക്കുന്നു. ഓനങ്ങനെ ചിങ്ങോരത്തൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ദാമോദരം മുക്കില്ലേ നമ്മളെ AMRയിൽ ദാമൂന്നൊക്കെ വിളിക്കുന്ന മാതിരി ദാമോദരം മുക്കിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് എങ്ങ് എടുത്തിട്ടോ. എടുത്ത പാടൻ നമ്മളെ മുഹമ്മദ് ഖാൻ്റെ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും നിൽക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ വേറെ കച്ചവടം നടക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി കൊണ്ട് പോകുന്ന സമയത്തുണ്ട് ഒരു ജീപ്പ് വരുന്നത്. ഞാൻ വിചാരിച്ച് പോലീസ് അയക്കുന്നു, പക്ഷേ പോലീസല്ലേനും. അങ്ങനെയെല്ലാം കൂടി ഞാൻ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിച്ച് വെച്ചുകൊണ്ട് എന്ത് വെയിലല്ലേ ഇന്നേരം വൈകുന്നേരം എന്ത് മയ്യേനും. അതേമാതിരി നല്ലൊരു മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കള്ള് ഷാപ്പിൻ്റെ അതിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒക്കെ നിറച്ച് വെള്ളമായി കിട്ടോ. ഇന്നലത്തെ മഴ അതിനെ കൊണ്ട് നല്ലോണം വെള്ളം കിട്ടിയേക്ക്. അങ്ങനെ ഇവിടെ നല്ലൊരു ചോല കിട്ടിയതിന് ശേഷം കുറച്ച് നേരം അവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഞാൻ വിചാരിച്ചത് എന്നാലും വണ്ടിയിൽ പള്ളിയിലേക്ക് ഇങ്ങ് പോകാമെന്ന്. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണേ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനാലിൻ്റെ സൈഡിൽ കൂടി ഒക്കെ ഒരു പള്ളി വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പോകുന്ന പള്ളിയല്ല വേറൊരു പള്ളി. അതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയിൽ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് കുളിച്ച് മാറ്റി അങ്ങനെ അതിലിങ്ങനെ നടന്ന് കനാലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചാടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പോകാനും നമ്മുടെ നായർ സാബ് സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഭയങ്കര റിസ്ക് ഒക്കെ എടുത്തിട്ട് പോകുന്നതിനോട്ട് അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ കുറേ ടീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പള്ളിയിലേക്ക് അങ്ങനെയൊക്കെയാണ് പോവുക. അതൊക്കെ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് എന്ത് രസമായിരുന്നു, ചെറുതായിരുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നേരം കുറേ കാര്യങ്ങൾ ആലോചിച്ച് കിട്ടുമോ. എന്താ വെച്ചുകൊണ്ട് ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ കുറേ എന്തല്ലോ വണ്ടിമ പോകുന്നേരമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തുണ്ടാകുക ആലോചിക്കാനുണ്ടാകുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിമ പോകുന്നേരം ലക്ഷ്യമില്ലാത്ത പോക്കാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാകും നമുക്ക് ആലോചിക്കുക. ലക്ഷ്യമുള്ള പോക്കാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പോക്ക് മാത്രം നമ്മൾ പോകും. അങ്ങനെ ഞാനെന്താണ് ഇത് കൊപ്ര കണ്ടെത്തിയോക്കുന്നേരം ഞാൻ എന്താക്കുകയെന്ന് വെച്ചുകൊണ്ട് നല്ല ചുമ ഉണ്ട് കേട്ടോ. കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു നല്ല അടിപൊളിയിൽ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊണ്ടൊക്കെ നല്ല വേദനയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മഴ നന്നായിട്ട് രാത്രി കൊണ്ടിരുന്നു. ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയതിനെ കൊണ്ട് നന്നായിട്ട് മഴ കൊള്ളേണ്ട ഒരു കാര്യമായിപ്പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ നോക്കുന്നുണ്ട് ഓട്ടോറിക്ഷയിലുള്ള അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലേ, ഓന് അവിടെ നിന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തോ പഴയറ്റം കഴിക്കാമെന്ന്. ഞാൻ ചോദിച്ചല്ല എന്താ ഇത് എനിക്ക് തോമ്പല്ല നീ വിട്ടോന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാൻ വണ്ടി എടുത്ത് പോയി. സ്കൂൾ വണ്ടി അതിലെ സൈഡിൽ കൂടി പോകുന്നുണ്ടപ്പോൾ നമ്മളിപ്പുറത്തോട്ട് തന്നെ ഈ അമ്പുമൂക്കൂടി തന്നെ ചാടിച്ച് ഒരു ബൈക്കിങ് പോയി. വേറെ കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കട്ടോ. അതാണ് നമുക്ക് ജീവിതത്തിലുണ്ടാവും. പ്രായമാകുന്നതിനനുസരിച്ചിട്ട് പ്രാരാർത്ഥങ്ങൾ ഇങ്ങനെ തലയെ കൊണ്ടെടുക്കുന്നേരം വലിയ പ്രശ്നം തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതിനോട്ട് നമ്മൾ നമ്മളായിട്ട് നന്നായിട്ട് അടിപൊളിയിൽ ജീവിക്കുക. ഞാനങ്ങനെ പുറക്കാട് ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടത്തേക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട നമ്മളെ കുറുങ്ങിത്തായ ഒരു പള്ളിയുണ്ട്. ചെറിയ പള്ളിയാണെങ്കിലും കുറേ ആൾക്കാർ വരുത്തും പോക്കും ഒക്കെ ഉണ്ട്. ഞാൻ ഏകദേശം 2ാമത്തെ പ്രാവശ്യം ആ പള്ളിയിൽ പോകുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു നോമ്പിനല്ല അതിൻ്റെ മുമ്പ് ഒരു ദിവസം ഞാൻ എന്താക്കി ആ പള്ളിയിൽ പോയിക്ക്. അങ്ങനെയെല്ലാം കൂടി ഇവിടെ എത്തി വെക്കുന്നേരം ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയിൽ ഒരു 2 ആളും പോയി കിട്ടോ. ഞാൻ ഇവിടെ നിന്ന് ലേശം ഒന്ന് സ്ലോ ആക്കിയിട്ട് നല്ല നേരെ തന്നെ അങ്ങ് പോയി. അങ്ങനെ നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും കേട്ടോ. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന കാര്യം മാത്രം പറയും. എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാനിത് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കാൻ വേണ്ട. എന്താ വെച്ചുകൊണ്ട് ഞാൻ പോകുന്ന നേരം എന്തൊക്കെയാണോ കണ്ടത്, ഇത് അതാ JCB കണ്ട് JCBൻ്റെ അയ്യോൻ അതാളെന്ന് ഫോണുകൊണ്ട് കളിക്കുന്ന ഇതൊക്കെ ഞാൻ പോകുന്നേരം കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ എന്ന് വെച്ചുകൊണ്ട് പുരയിൽ വന്നിട്ട് എന്തായാലും വീട്ടിലുള്ളവരോട് ഇങ്ങനെ കഥ പറയും. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് വീഡിയോ എന്താക്കാം നമുക്ക് യൂട്യൂബിലിടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിടുന്നത്, അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല ഇങ്ങനെ ഇടുന്നതിൽ. അങ്ങനെ കുറേ പറയാനെന്ന് വെച്ചുകൊണ്ട് കുറേ തെങ്ങുണ്ട്, റോഡ് നരച്ച് കച്ചറയുണ്ട്, പിന്നെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്. ഇത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ വണ്ടി പോകുന്നവർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടത് ഞാനങ്ങനെ
കുറിഞ്ഞിത്തായയിലുള്ള പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ ഈ ഇവിടെ ഉത്സവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നേരെ നമ്മളെ പറഞ്ഞ പള്ളിയിലേക്ക് കയറി. കണ്ടില്ലേ, അത്രയും ചെറിയ പള്ളിയാണ്, നല്ല അടിപൊളി പള്ളിയൊക്കെയാണ്. അങ്ങനെ ഇവിടുന്ന് വ്ളോഗ് എടുത്തിട്ട് നമ്മളെന്താക്കാണ് ഉള്ളിലേക്ക് കയറാണ്. ഉള്ളിൽ കയറി നോക്കുന്ന 2-3 ആൾക്കാർ ഓതുന്നുണ്ടായിരുന്നു. അങ്ങനെ ആടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെരുപ്പൊക്കെ ചവിട്ടി നേരെ പോകുന്ന സമയത്ത് നമ്മളെ വണ്ടീൻ്റെ അടുത്ത് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നോമ്പറിൻ്റെ സാധനമൊക്കെ കേട്ടോ. അങ്ങനെ ആടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മളെ പോയതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചേരം കാറ്റുള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെ ആടെ ഇരുന്നിട്ട് കുറേ നേരം എന്താക്കി കാറ്റൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ കിടക്കറ്റം ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പറയും ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടൊക്കെ കിടക്കണം. അതുകൊണ്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മേലെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മളൊരു കമ്പനിക്കാരനൊക്കെ വന്നതിന് ശേഷം നമ്മൾ തോണീൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ കുറച്ചേരം ഇരുന്ന് പിന്നെ നമ്മൾ പുരയിലേക്ക് പോയി. അപ്പം നമുക്ക് എന്താക്കാം അടുത്ത വീഡിയോയിൽ കാണാം.